നമുക്ക് യോഹന്നാൻ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കെടുക്കാം മത്തായി എഴുതിയ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ താഴെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുകയാ, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു കളവാനാണോ നിങ്ങൾ സ്നാനമേൽക്കുവാൻ വന്നത് എന്ന്. അപ്പോ പുരുഷാരം വന്നിട്ട് അവരോട് ചോദിക്കുക, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഞങ്ങൾക്ക് കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നുണ്ട്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമുണ്ട്, അതിനുള്ള മാനസാന്തര സ്നാനമാണ് നീ കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയും ഞങ്ങൾ സ്നാനം എടുക്കുന്നത് മാത്രമല്ല, ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് യോഹന്നാനോട് ചോദിച്ചപ്പോ യോഹന്നാൻ അവരോട് പറഞ്ഞ കാര്യമാ, നിങ്ങൾ 2 വസ്ത്രമുള്ളവരെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് 1 കൊടുക്കണം. അവിടെ നിങ്ങൾക്ക് കുറെ വസ്ത്രമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നല്ല പറയുന്നത്, 2 ഉണ്ടെങ്കിൽ അത് 1 നിങ്ങൾക്ക് കൊടുക്കണം. പ്രിയ ദൈവജനമേ, നാം കൃപയ്ക്ക് ഈ പാപത്തിന് അധീനരായി തീരാതെ ഇരിക്കുവാൻ തക്കവണ്ണം നാം ഈ കൃപ നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ഭരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവ് കർത്തൃത്വം വഹിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. രണ്ടാമത് മറ്റൊരാൾ വന്ന് ചോദിക്കുക, ചുങ്കക്കാർ സ്നാനമേൽക്കാൻ വന്നപ്പോ അവർ യോഹന്നാനോട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ യോഹന്നാൻ അവരോട് പറഞ്ഞ കാര്യമാ, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും വാങ്ങരുത്. ചുങ്കക്കാരോട് പറയേ, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും വാങ്ങരുത്. അവരും ഓക്കെ, ആ ഉപദേശം അവർ കൈക്കൊണ്ടു. അടുത്ത് വീണ്ടും പടജനം വന്നിട്ട് യോഹന്നാനോട് ചോദിക്കാൻ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അവരോട് പറയുകയാ, ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് മതി എന്ന് വെപ്പിൻ. ഹല്ലേലൂയ. ഇവിടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, വരുവാനുള്ള കോപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് രക്ഷയ്ക്കായി സ്നാനം. എന്നാൽ അത് കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി മാത്രം സ്നാനം ഏൽക്കുന്നതായി തീരരുത്. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ വ്യക്തിയെ കുറിച്ച് എന്താണോ ഉപദേശം പറയുന്നത്, നമുക്കറിയാം ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്ന പുരുഷാരത്തിനോട് ഒരു ഉപദേശം പറഞ്ഞു, പടജനത്തിനോട് മറ്റൊരു ഉപദേശം പറഞ്ഞു, ചുങ്കക്കാരോട് മറ്റൊരു ഉപദേശം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവജനമേ, നിങ്ങൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ജീവനക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത മാർഗത്തിൽ ജീവിച്ചു വരുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം. നിങ്ങൾ ഏത് മാർഗത്തിലുള്ളവരായിരുന്നാലും നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിങ്ങൾക്കുള്ള ഉപദേശം എന്താണ് എന്നുള്ളത് ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ജനം ചിന്തിക്കുന്ന ഒരു കാര്യം അവിടെ നോക്കണമേ, ജനം കാത്തുനിന്നു, അവർ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ക്രിസ്തുവോ എന്ന് യോഹന്നാനെ കുറിച്ച് വിചാരിക്കണമെങ്കിൽ ക്രിസ്തു എന്നൊരു വ്യക്തി വരുമെന്ന് അവർക്ക് അറിയായിരിക്കും അല്ലേ? ഈ ക്രിസ്തു ആരാ, എന്തിനു വേണ്ടിയിട്ടാ ഇവരെല്ലാം ഈ ക്രിസ്തുവിനെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? ഒരാൾ അത്ഭുത അടയാളം ചെയ്യുന്നുവെങ്കിൽ അവനെ പറ്റി പറയുന്നു, ഇവൻ ക്രിസ്തുവായിരിക്കും. മറ്റൊരാൾ വേറെ എന്തെങ്കിലും സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അവരെ കുറിച്ചും ജനം ചിന്തിക്കുന്നു, ഇവൻ ക്രിസ്തുവായിരിക്കും. അങ്ങനെ ഈ ക്രിസ്തുവ മെശീഹ ഇങ്ങനെ ജനത്തിന്റെ ചിന്തയിൽ ഒരു വ്യക്തിയെ വേണ്ടി അവർ വ്യക്തമായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അത് എന്തിനാണെന്നറിയാമോ? പ്രവാചക പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പാപത്തെയും ശാപത്തെയും ജയിക്കുവാൻ ഒരുവൻ വരുമെന്ന് ഹല്ലേലൂയ എന്ന് ഉള്ള ആ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേശപ്രകാരം ജനമെല്ലാം കാത്തിരിക്കുക, തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി, തങ്ങളുടെ ശാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ വേദങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് പോലെ വാൽമീകി മഹർഷി അല്ലെങ്കിൽ തന്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ താൻ സന്യസിക്കുവാൻ പോയതുപോലെ പലരും തങ്ങളുടെ പാപങ്ങളിൽ മോചനം ലഭിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് ബലി വേണമെങ്കിലും അർപ്പിക്കാം, പക്ഷെ ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ ഞാൻ മോചിക്കപ്പെടാം? ചിലരുടെ ജീവിതങ്ങളിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ കാരണം അവർ പലരിടത്തും ചോദിച്ചറിയാൻ പോകുക, പലരോട് ഉപദേശം കേൾക്കുവാൻ പോകുക. ഈ പ്രശ്നം എന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പരിഹാരമാ ചെയ്യേണ്ടതെന്ന് പലരോടും ചോദിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. പക്ഷെ അവർക്കൊന്നും ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരമുണ്ട്. മശീഹ എന്നൊരുവൻ ജനിക്കുമെന്ന്, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കുമെന്ന്, അവൻ സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് നിങ്ങളെ പാപത്തിൽ
നിന്ന് ശാപത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആ മെഷിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഇനിയും ഒരുവൻ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ വരുമെന്ന് കാത്തിരിക്കേണ്ട. 2024 വർഷങ്ങൾക്ക് മുൻപ് അവൻ ജനിച്ചു കഴിഞ്ഞു. സാത്താന്റെ തലയെ തകർത്ത് ഹല്ലേലൂയ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുക, അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. യേശു എന്നെ കുറിച്ച് ഹല്ലേലൂയ എനിക്ക് വേണ്ടിയിട്ട് അന്ന് മൗനമായിരുന്നു. യേശു എന്നെയും കൂടെ തന്റെ ഹൃദയത്തിൽ കണ്ടതുകൊണ്ട് എനിക്ക് വേണ്ടി പല ത്യാഗങ്ങൾ സഹിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. ഈ സാത്താന്റെ തലയെ എങ്ങനെയാ കർത്താവ് തകർത്തെന്ന് നോക്കണ്ടേ? നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 27-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. 27-ാം അധ്യായം നാം വായിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ കാൽവരി ക്രൂശ് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം കർത്താവിനെ വളരെ മൃഗീകമായി ഹല്ലേലൂയ തന്റെ സ്വന്തം ജനം തന്നെ അതായത് ഹല്ലേലൂയ ഈ പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ എന്തൊക്കെ കൽപ്പനകൾ എഴുതിയിട്ടുണ്ടോ അതെല്ലാം അനുസരിക്കുന്നു എന്ന് അവകാശം പറയുന്ന ഈ ജനം തന്നെ പാപങ്ങളെ മോചിക്കുവാൻ വന്ന തന്റെ പുത്രനെ ഹല്ലേലൂയ വളരെ മൃഗീകമായി ക്രൂശിക്കുവാൻ ഇടയായി തീർന്നു. അത് എന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാൽവരി ക്രൂശ് അത് വൃദ്ധാവര് മനുഷ്യന്റെ ഇച്ഛയാൽ ഉളവായതല്ല. ഈ കാൽവരി ക്രൂശ് മനുഷ്യന്റെ പദ്ധതി പ്രകാരം ഉളവായതല്ല. കർത്താവിനെ ഇന്നിന്റെ രീതിയിൽ പീഡിപ്പിക്കുക, ഇന്നിന്റെ രീതിയിൽ കർത്താവിനെ ഉപദ്രവിക്കുമെന്ന് അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് വ്യക്തമായി അറിയാമായിരുന്നു. യേശു കർത്താവ് മാറി താൻ മലമുകളിൽ കയറി പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ അവിടൊക്കെയും താൻ ഹൃദയത്തിൽ അല്ലെങ്കിൽ വിതുമ്പി അല്ലെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന്. കാരണം തനിക്ക് വരുവാനുള്ള വേദന എത്രമാത്രം മൃഗീകമായതെന്ന് താൻ വെളിപ്പാടിൽ കണ്ടിരുന്നു. അല്ലെങ്കിൽ തനിക്ക് പിതാവായ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, നമ്മുടെ ശരീരം ചെറുതായി ഒന്ന് മുറിവേൽക്കുമ്പോൾ നമുക്കത് സഹിക്കുവാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ അറിയാതെ എവിടെങ്കിലും ഒരു ഹാലിൽ മുറിവ് പറ്റിയാൽ നാം പല നാളുകൾ അതിനെ ചൊല്ലി വിലപിച്ച് ദുഃഖിച്ചായിരിക്കും. എന്നാൽ ഇതൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മുറിവ് മുൻകൂട്ടി എന്റെ ജീവിതത്തിൽ വരുമെന്ന് നാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാൽ ഒന്ന് ചിന്തിച്ചു നോക്കണേ. തലയിൽ മുൾക്കിരീടം ചൂടി അല്ലെങ്കിൽ തന്റെ ശരീരം മൃഗീകമായി ഉഴവച്ചാൽ പോലെ ചോര ചിന്തത്തക്കവണ്ണ ഹല്ലേലൂയ ചീന്തി അത് നമുക്ക് വീണ്ടും സഹിക്കാം. തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി തന്നോട് പറഞ്ഞു, താൻ വലിയ അത്ഭുത അടയാളങ്ങൾ ചെയ്തതാണല്ലോ, താൻ മരിച്ചവരെ വരെ ഉയർപ്പിച്ചാണല്ലോ എന്ന് നിനക്ക് ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നൂടെ എന്ന് ചോദിച്ചു. പുത്രന്റെ അധികാരം പുത്രനൊന്ന് വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ എത്ര ലഗ്യം ദൂതന്മാരെ പിതാവായ ദൈവം അയക്ക്. എന്നിട്ടും തന്റെ അധികാരം അവിടെ വെളിപ്പെടുത്താതെ താൻ പിതാവായി ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി അവസാനത്തോളം വരെ ഹല്ലേലൂയ തന്റെ പ്രാണൻ വിടുവോളം വരെ താൻ മൗനമായിരുന്നു എങ്കിൽ അവിടെ പിശാചായവന്റെ തന്ത്രം എന്താണെന്ന് ഹല്ലേലൂയ പിശാചിന് നല്ലപോലെ അറിയാം. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കും, അവൻ എന്റെ തലയെ തകർക്കുവാൻ തീർച്ചയായും വരുമെന്ന് സാത്താന് നല്ലപോലെ അറിയാമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച ക്രിസ്തുവിനും നല്ല രീതിയിൽ അറിയാമായിരുന്നു. ഇവന്റെ മുൻപിൽ അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ വേദനിപ്പിക്കുമ്പോൾ, എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ ഒരു പാപത്തിന്റെ വാക്കോ ഒരു പാപത്തിന്റെ ചിന്തയോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവന്റെ തലയെ എനിക്ക് തകർക്കാൻ പറ്റത്തില്ല. എന്റെ മുൻപിൽ ഇനി അനേക തലമുറകൾ വരും, എന്റെ മുൻപിൽ ഇനിയും അനേക ജനങ്ങൾ വരുവാനുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ ജീവിക്കണം. അല്ലെ അവർ പാപത്തിന് ഇനി അടിമപ്പെട്ടു പോകരുതെന്ന് നമ്മെ മുന്നമേ കണ്ടുകൊണ്ട് എന്റെ കർത്താവ് കാൽവരി ക്രൂശോളം മൗനമായി നിന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ 27-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ 50-ാം വാക്യം വായിക്കുമ്പോൾ യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ അവിടെ ചില അടയാളങ്ങൾ സംഭവിക്കുക. വിശുദ്ധ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് അറിയാമോ? നമുക്ക് വെളിപ്പാടിൽ യോഹന്നാൻ കണ്ട ഒരു ദർശനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. വെളിപ്പാട് എഴുതിയ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായപ്പോൾ ഭൂമിയിലും ചിലത് സംഭവിക്കുക. യേശുവിന്റെ കാൽവരി ക്രൂശിൽ തന്റെ പ്രാണനെ അർപ്പിച്ചപ്പോൾ അവിടെ ചില യുദ്ധം സംഭവിക്കുക. അവിടെയാകുന്നു സർപ്പത്തിന്റെ തലയെ തകർത്തത്. അല്ലെങ്കിൽ യേശു താൻ ഒരു തെറ്റും ചെയ്യാതെ, അല്ലെങ്കിൽ താൻ തന്റെ ജീവിതത്തിൽ ഒരു പാപവും വെളിപ്പെട്ട് വരാതെ, തന്റെ ചിന്തയിൽ പോലും ഒരു പാപപ്രവൃത്തിയും വെളിപ്പെട്ട് വരാതെ താൻ പ്രാണനെ വിട്ടപ്പോൾ അവിടെ സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുക. മീഖായേലും അവന്റെ
ദൈവത്തിന്റെ ദൂതന്മാരും വെളിപ്പാട് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടതുമില്ല. അതിലെ മനുഷ്യനിലൂടെ സ്വർഗത്തിലിരുന്ന സാത്താനെ പിതാവായ ദൈവത്തിന്റെ മുകളിലാകണമെന്ന് അവൻ ചിന്തിച്ചപ്പോൾ തന്നെ വെട്ടി താഴേക്കിട്ട ഈ സാത്താൻ മനുഷ്യന്റെ പാപത്തിലൂടെ വീണ്ടും സ്വർഗത്തിൽ നുഴഞ്ഞു കയറി ചില കുറ്റങ്ങൾ, അപവാദങ്ങൾ മനുഷ്യനെ കുറിച്ച്, നമ്മെ കുറിച്ച് പറഞ്ഞും കൊണ്ട് ആ സ്വർഗത്തിൽ കയറി ചെന്ന് അവിടെ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഈ യുദ്ധത്തിൽ വീണ്ടും ഹാലില് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് ഹാലില് ജയിച്ചില്ല താന്. സർപ്പവും പടവെട്ടി, ദൈവത്തിന്റെ ദൂതന്മാരുമായ മീഖായേലും പടവെട്ടി. ഹാലില് സർപ്പത്തിന് ജയിക്കുവാൻ സാധിച്ചില്ല. തന്റെ ദൂതന്മാരുമായി പടവെട്ടിട്ട് ഹാലില് സർപ്പത്തിന് ജയിക്കുവാൻ സാധിച്ചില്ല. സാത്താനും പിശാചും എന്ന പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞു. ഈ പഴയ പാമ്പേതാ? ഏതേൻ തോട്ടത്തിലേക്ക് കൗശലക്കാരനായി കടന്നു വന്ന് എങ്ങനെ മനുഷ്യനെ വഞ്ചിച്ചുവോ, എങ്ങനെ മനുഷ്യനെ തകർത്ത് കളഞ്ഞുവോ, ആ പഴയ പാമ്പിനെ വെട്ടി ഹാലേലുയ താഴേക്കിട്ടു. ഹാലേലുയ. പിന്നെ അപ്പോൾ ഒരു ശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ഈ ലോകമുണ്ടല്ലോ, നാം ഉണ്ടല്ലോ, നാം സാത്താന്റെ അധീനതയിലില്ല. സാത്താനെ മനുഷ്യനെ വഞ്ചിച്ച് ഹാലേലുയ താൻ ഭൂമിയിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ എന്റെ യേശു കർത്താവ് താൻ ഹാലേലുയ അവസാനത്തോളം സഹിച്ചു നിന്നത് കാരണം ഹാലേലുയ തന്റെ തലയെ തകർത്തുകൊണ്ട് ഹാലേലുയ എല്ലാ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ മോചിച്ചു. ഇന്ന് രാത്രികാലം ഹാലേലൂയ നാം പാപത്തിനും ശാപത്തിനും അടിമപ്പെട്ടവരല്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്റെ പിതാക്കന്മാർ ചിലപ്പോൾ പാപം ചെയ്തിട്ടുണ്ടായിരിക്കും, എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ പാപം വെളിപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഹേ സാത്താനെ, നിന്റെ തലയെ തകർത്തവൻ എന്റെ കൂടെയുണ്ട്. നീ എന്റെ ജീവിതത്തിൽ എങ്ങനെ അടിമത്വം കൊണ്ടുവന്നാല് ഞാൻ ഇനി അടിമ ജീവിതത്തിൽ നടക്കത്തില്ല, നിനക്ക് എന്നെ ഇനി തകർത്ത് കളയുവാൻ പറ്റത്തില്ല എന്ന് എത്ര പേർ ആദരം തുറന്ന് പറയും. ഹാലേലൂയ. സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. സാത്താൻ എങ്ങനെ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് നിങ്ങളുടെ തന്ത്രങ്ങളെ അറിയാത്തവനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വേദവാക്യം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഹല്ലേലൂയ. അവകാശി സർവത്തിനും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഒട്ടും വിശേഷതയുള്ളതല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും? അവകാശി കഴിഞ്ഞ സഹോദരി പറഞ്ഞവിടെ കേട്ടതാ, സാത്താന്റെ തലയെ കർത്താവ് തകർത്തു. സാത്താന്റെ തലയെ കർത്താവ് തകർത്തുവെങ്കിൽ